സൂംബ വിവാദത്തിൽ കർശന നിലപാടുമായി മന്ത്രി വി ശിവൻകുട്ടി. സ്കൂളിൽ എന്ത് ചെയ്യണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുമെന്ന് ശിവൻകുട്ടി പറഞ്ഞു. ആജ്ഞാപിക്കാൻ മറ്റാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. കായിക താരങ്ങളുടെ ഡ്രസ് കോഡ് തീരുമാനിക്കാൻ അവരുടെ അസോസിയേഷൻ ഉണ്ടെന്നും കായിക ഇനത്തെ പരസ്യമായി ആക്ഷേപിച്ചവർ ആക്ഷേപം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും മന്ത്രി പറഞ്ഞു. മുമ്പേ ദേശീയപരമായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കായിക ഇനമാണ്. ലോകത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു കായിക ഇനമാണ്. ആ കായിക ഇനത്തെ പരസ്യമായി ആക്ഷേപിച്ചിരിക്കുകയാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആകെ തന്നെ, കായിക താരങ്ങളെ ആകെ തന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ആക്ഷേപം പറഞ്ഞവർ അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഞാൻ പറയുകയാണ്. ഒരു സ്കൂളിൽ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സംബന്ധിച്ചിടത്തോളം അത് അക്കാഡമിക് കാര്യങ്ങളിൽ എന്ത് വേണം, നോൺ അക്കാഡമിക് കാര്യങ്ങളിൽ എന്ത് വേണം, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുണ്ട്. ആ ഗവൺമെൻറ് തീരുമാനിക്കും. അല്ലാതെ ഇന്ന കാര്യം ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ വേണ്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. കുട്ടികളുടെ ഡ്രസ് കോഡിനെ സംബന്ധിച്ചിടത്തോളം കായിക താരങ്ങളുടെ ഡ്രസ് കോഡ് നിശ്ചയിക്കുന്നതിന് വേണ്ടി കായിക താരങ്ങളുടെ അസോസിയേഷൻസ് ഉണ്ട്, ഗവൺമെൻറ്റുണ്ട്. അത് എനിക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. സ്കൂൾ യൂണിഫോമത്തെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൻ്റെ PTA ആണ് തീരുമാനിക്കുന്നത്. അല്ല വേറെ ആർക്കും ആജ്ഞാപിച്ചാൽ അതൊന്നും നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നില്ല. മനസ്സ ചേരുകയാണ്. മനസ്സ, മനോഹരമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറഞ്ഞിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ എന്ത് ചെയ്യണമെന്ന് അങ്ങനെ എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും ആജ്ഞാപിക്കേണ്ടതില്ല എന്ന് വ്യക്തമായി തന്നെ പറയുകയാണ് വി ശിവൻകുട്ടി. മനസ്സ, തീർച്ചയായും ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന തീരുമാനം എന്താണ് എന്നത് വ്യക്തമായി തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി അല്പസമയം മുൻപ് തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചത്. കഴിഞ്ഞ ദിവസവും ഇക്കാര്യത്തിൽ എന്താണ് നിലപാട് എന്നത് വ്യക്തമാക്കിയിരുന്നു. മന്ത്രി ഇക്കാര്യത്തിൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ്. കാരണം ഇത്തരം ഒരു കായിക ഇനത്തെ പരസ്യമായി അധിക്ഷേപിച്ച ആളുകൾ മാപ്പ് പറയണം എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഈ സൂംബയുടെ പേരിൽ കായിക താരങ്ങളെ തന്നെ അധിക്ഷേപിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്കൂളിൽ എന്ത് ചെയ്യണം, എന്ത് നടത്തണം എന്ന് തീരുമാനിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. അല്ലെങ്കിൽ മറ്റൊരു ആളുടെയോ അല്ലെങ്കിൽ മറ്റൊരു സംഘടനയുടെയോ നിർദ്ദേശത്തിൻ്റെ പേരിലല്ല പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നയങ്ങൾ മാറ്റേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇന്ന് മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് കായിക താരങ്ങളുടെ ഡ്രസ് കോഡ് തീരുമാനിക്കാൻ അവരുടെ അസോസിയേഷനുണ്ട്. ഈ ഡ്രസ് കോഡ് സംബന്ധിച്ചും അതോടൊപ്പം തന്നെ കുട്ടികളുടെ യൂണിഫോം സംബന്ധിച്ചുമൊക്കെ തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിൽ വിവിധ അഭിപ്രായങ്ങൾ പറഞ്ഞ് അതിന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനത്തിനെതിരെ തിരിയുന്ന ചില പ്രവണതകളൊക്കെയും ഉണ്ടായിരുന്നു. അതൊക്കെയും തന്നെ ചൂണ്ടിക്കാണിച്ചാണ് മന്ത്രി ഇന്ന് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് ചില ശനിയാഴ്ച ദിവസങ്ങളിൽ പരീക്ഷ നടത്താൻ പാടില്ല, അതോടൊപ്പം തന്നെ മിക്സഡ് യൂണിഫോം ധരിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കാൻ സാധിക്കില്ല തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഇത്തരത്തിൽ വിവാദമുണ്ടാക്കുന്നവർ പല ഇടങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ന്യായമായ കാര്യങ്ങളാണെങ്കിൽ അത് സഹകരിക്കാനും അതിൽ ചർച്ച നടത്താനും സർക്കാർ സജ്ജരാണ് അല്ലെങ്കിൽ സർക്കാർ സന്നദ്ധരാണ് എന്ന് തന്നെയാണ് മന്ത്രി അല്പസമയം സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലപാടിൽ നിന്ന് സൂംബയുമായി ബന്ധപ്പെട്ട ഒട്ടും തന്നെ പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെയാണ് എന്ന് തന്നെ വ്യക്തമാക്കുന്ന നിലപാട് തന്നെയാണ്, ശക്തമായ നിലപാട് തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ലോകത്ത് തന്നെ അംഗീകരിക്കപ്പെട്ട കായിക ഇനം കൂടിയാണ് ഇത്. ആ കായിക തീർച്ചയായും വളരെ വളരെ വ്യക്തമായി തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവിടെ അതിനൊരു സംവിധാനമുണ്ട്. അങ്ങനെ ആരും പ്രത്യേകമായ ഒരു നിർദ്ദേശവും അല്ലെങ്കിൽ ആജ്ഞാപിക്കുകയോ വേണ്ട എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. മനസ്സയാണ് വിശദാംശങ്ങൾ നൽകിയത്.